ഹലോ എവരി വൺ 125cc ആയിട്ടുള്ള മോട്ടോർ സൈക്കിൾ സെഗ്മെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കുറച്ച് അടിപൊളിയായിട്ട് നല്ല ചൂട് പിടിച്ച് വരുന്നുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രണ്ട് മോട്ടോർ സൈക്കിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യത്തെ മോഡൽ TVSന്റെ റൈഡർ 125 എന്ന് പറയുന്ന ഒരു മോഡലാണ്. ശബ്ദം കൊണ്ടാണെങ്കിലും ലുക്ക് കൊണ്ടാണെങ്കിലും ഒരു മോഡേൺ കമ്പ്യൂട്ടർ എന്ന് പറയുന്ന രീതിയിലേക്ക് ആ ഒരു മോട്ടോർ സൈക്കിളിനെ മാറ്റിയെടുക്കാനായിട്ട് TVS ശ്രമിച്ചിട്ടുണ്ട്. സോ അത് കഴിഞ്ഞിട്ട് വന്ന ഏറ്റവും പുതിയൊരു മോഡലാണ് ഹീറോന്റെ എക്സ്ട്രീം 125R എന്ന് പറഞ്ഞ ആ ഒരു മോട്ടോർ സൈക്കിൾ. അതും ഇതുപോലെ മോഡേൺ ആയിട്ടുള്ള ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിളാണ്. എക്സ്ട്രീം 125Rനെ എനിക്ക് കാണുമ്പോൾ എനിക്ക് തോന്നിയത് പഴയ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുള്ള സുസ്കിയുടെ GSX S125 എന്ന് പറയുന്ന ഒരു മോട്ടോർ സൈക്കിൾ ഉണ്ട്. അതിൻ്റെയൊക്കെ ചെറിയ ഡിസൈൻ റിസംബ്ലൻസ് ഒക്കെ എനിക്ക് ആ ഒരു മോഡൽ കണ്ടപ്പോൾ എനിക്ക് തോന്നി. അപ്പോൾ 125cc എന്ന് പറയുന്നത് എന്തായാലും നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട്. പല കമ്മ്യൂട്ടിംഗ് മോട്ടോർ സൈക്കിൾ ഓടിക്കുന്നവർക്കും പിന്നെ നല്ലൊരു കമ്പ്യൂട്ടർ 125cc ആയിട്ടുള്ള കമ്പ്യൂട്ടർ വേണമെന്നുള്ള ആഗ്രഹമുള്ള എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ പറയുന്ന ബ്രാൻഡുകളൊക്കെ കൊണ്ടുവരുന്നത്. ഇനി പഴയ കാലം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4-stroke ഏറയിൽ 125cc ആയിട്ടുള്ള കുറച്ച് നല്ല മോട്ടോർ സൈക്കിൾസ് ഉണ്ട്. ഏറ്റവും ആദ്യത്തെ മോഡല് സുസ്കിയുടെ സ്ലിംഗ് ഷോട്ട് എന്ന് പറയുന്ന ഒരു മോഡലാണ്. പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്നിരുന്നാലും ഒരു നല്ലൊരു ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള കമ്പ്യൂട്ടിംഗ് മോട്ടോർ സൈക്കിളാണ്. പിന്നെ അതിൽ നമുക്ക് ഗിയർ ഇൻഡിക്കേഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അടുത്തൊരു മോഡൽ എന്ന് പറയുന്നത് യമഹയുടെ ഗ്ലാഡിയേറ്റർ 125 ആണ്. അതും എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ്. അതിൽ സിൽവർ ബ്ലൂ കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കളറിലൊക്കെയുള്ള മോട്ടോർ സൈക്കിൾ എന്ന് പറയുന്നത് അടിപൊളിയാണ്, ഓടിക്കാൻ അടിപൊളിയാണ്, നല്ല ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ്. 125cc സെഗ്മെന്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ല കുറേ ഓപ്ഷൻസ് ഇനിയും വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. 2025 ആകുമ്പോഴേക്കും ഇനി പുതിയ മോഡൽ വരാൻ പോകുന്ന 150cc താഴെയുള്ള മോട്ടോർ സൈക്കിൾസ് ഇലക്ട്രിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഇലക്ട്രിക്കിലേക്ക് മാറ്റുക എന്നുള്ളൊരു നിയമം വരുന്നുണ്ട്. അപ്പോൾ ഇനി എത്ര നാൾ പുതിയ 125cc മോട്ടോർ സൈക്കിൾ വരുമെന്ന് എനിക്കറിയില്ല. എന്തായാലും വരുന്നത് വരെ നല്ല ഒരു കമ്പ്യൂട്ടർ മോട്ടോർ സൈക്കിളൊക്കെ നമുക്ക് ലഭിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഓക്കെ ദെൻ ചാ.